ഹലോ, ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന് ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടുന്ന ഒരു കുഞ്ഞു വഴി പറഞ്ഞു തരട്ടെ. എൻ്റെ കീമോ ചെയ്യുന്ന സമയത്ത് ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ആ സമയത്തുള്ള അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നതെന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഒരു സൈഡായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയി, ഞാൻ മലരിട്ട വെള്ളം കുടിക്കാറുണ്ട് എന്ന്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു, എന്താണ് ഈ മലര്, എന്തിനാണ് ഈ മലരിട്ട വെള്ളം കുടിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അതിന് മറുപടി ഇടാൻ കുറേ അധികം ഞാൻ താമസിച്ചു. അപ്പോൾ അതിനാദ്യമേ ഞാനൊരു സോറി പറയുകയാണ്. യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും ഞങ്ങൾ മലരിട്ട വെള്ളം കുടിക്കുന്നുണ്ട് ഇപ്പോഴും. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. കാരണം നല്ല ചൂടാണല്ലോ, സമ്മറാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലെല്ലാവരും മലരിട്ട വെള്ളം കുടിക്കാറുണ്ട്. ഞാൻ നേരത്തെ എനിക്ക് ക്യാൻസർ അസുഖം വരുന്നതിന് മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് നമ്മുടെ കുക്കുംബർ ജ്യൂസ് കുടിക്കുമായിരുന്നു. പക്ഷേ ഈ മലരിട്ട വെള്ളം ഞാൻ ഇതുവരെയും കുടിച്ചിട്ടില്ല. അതിൻ്റെ ഗുണം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. അത് അറിയുന്നത് തന്നെ എനിക്കൊരു ഡോക്ടറാണ് എനിക്കിത് പറഞ്ഞു തന്നത്. ഒരു ആയുർവേദ ഡോക്ടറാണ് ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞത് മലരിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണങ്ങളെന്ന് ആദ്യം പറയാം. മലരിട്ട വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ ശരീരത്തിന് നന്നായി തണുപ്പിക്കുന്നു മലരിട്ട വെള്ളം. പിന്നെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ അത് തണുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷേ എനിക്ക് വേറെയും കുറേ അധികം ഗുണം ചെയ്തു. കാരണം ഈ വയറിൽ ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഒരുപാട് അസ്വസ്ഥതകൾ നമുക്കുണ്ടാകും. എപ്പോഴും ഒരു അഗ്നിപർവ്വതം പോലെ എപ്പോഴും ഫീൽ ചെയ്യും, വല്ലാത്തൊരു നെഞ്ചിരിച്ചിലും. അപ്പോൾ അതിനൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളായി ഈ വെള്ളം കുടിക്കൽ. അതുപോലെ തന്നെ വായ്ക്കകത്തുണ്ടാകുന്ന അരുചിയും പൊട്ടലും ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എല്ലാം ഈ ചൂടിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു ഈ മലരിട്ട വെള്ളം കുടിക്കൽ. പിന്നെയും ഇതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ പിന്നീട് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. പക്ഷേ അതിനെയൊക്കെ ശാസ്ത്രീയമായ ഒരു അടിത്തറ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് എന്താണ് എനിക്ക് ഗുണം കിട്ടിയതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഒന്നുകൂടി ഞാൻ പറയുന്നു, ഞാൻ മലരിട്ട വെള്ളം കുടിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ ഇവിടെ തന്നെ ഉണ്ട്, സ്പെയിനിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെൽപ്പും ടിപ്സും ഒക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഈ മലർ അന്വേഷിച്ച് കുറേ അന്ന് നടന്നപ്പോൾ എനിക്ക് മലര് കിട്ടിയില്ല. മലരെന്ന് പറഞ്ഞാൽ പോപ്ഡ് റൈസ്, എനിക്കത് കിട്ടിയില്ല. ഇവിടെ ഉള്ളത് പഫ്ഡ് റൈസാണ്, പൊരിയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല റൂബിൻ, ഇപ്പോൾ എന്താണ് കിട്ടുന്നത് അത് ഉപയോഗിക്കുക. ഏകദേശം അതിൻ്റെ ഗുണങ്ങൾ നമുക്ക്, അതായത് മലരിൻ്റെ ഗുണങ്ങൾ നമുക്ക് പൊരിയിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, അത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പൊരിയാണ്. കാരണം എനിക്ക് മലര് കിട്ടില്ല. അപ്പോൾ ഇതാണ് പഫ്ഡ് റൈസ്. ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ എല്ലാവർക്കും അറിയായിരിക്കും ഇത് പൊരിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, പൊരിയല്ല. നമ്മുടെ നാട്ടിലെ മലര് കിട്ടുമെങ്കിൽ മലരാണ് ഏറ്റവും ഗുണമുള്ളത്. മലര് തന്നെ ഉപയോഗിക്കുക. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ, 2 ഗ്ലാസ് വെള്ളത്തിന് 1 കൈ മലര് വേണം ഇടുക. ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് തണുത്ത് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഗുണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഗുണങ്ങളൊക്കെ പറയുന്നു. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. പക്ഷേ എന്ത് തന്നെ ആയാലും ഈ മലരിട്ട വെള്ളം കുടിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, പകരം ഗുണമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ടങ്ങ് കുടിക്കുക. ഈ ചുട്ടുപൊള്ളുന്ന ചൂടത്ത് നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ ഫ്രണ്ട്സിനുമൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കില്ലേ. അപ്പോൾ നമ്മളാൽ പറ്റുന്നത് നമ്മൾ ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.